കാഴ്ചാപരിമിതിയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് കലോത്സവം? ചോദിച്ചു നോക്കാം സുഗുണം ചേട്ടനോട്. സുഗുണം ചേട്ടന് കാഴ്ചാപരിമിതി ഉണ്ട്, അദ്ദേഹം പറഞ്ഞു തരും എങ്ങനെയാണ് അദ്ദേഹത്തിന് കലോത്സവം എന്ന്. അപ്പോൾ ചേട്ടാ ഒരു പാട്ട് പാടല്ലോ, നമുക്ക് പാടിക്കോ ചേട്ടാ. 14 മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിള. എൻ്റെ പേര് സുഗുണൻ, കൊല്ലം എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ കരുനാഗപ്പള്ളി തഴവയിലാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ജയലക്ഷ്മി കാഴ്ചയുള്ള ആളാണ്, പാട്ടുകാരിയാണ്. മോൻ കൃഷ്ണപ്രസാദ്, അവന് കാഴ്ച പരിമിതിയുണ്ട്. അവന് 9ാം ക്ലാസ്സിൽ കരുനാഗപ്പള്ളി ABGHS തഴവ അവിടെ പഠിക്കുകയാണ്. അപ്പോൾ കലോത്സവമാണ്. അതെ, ചേട്ടന് ചെറുതായിട്ട് കാഴ്ചയ്ക്ക് ഒരു പരിമിതി ഉണ്ടല്ലേ? കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്. അതെ. ചേട്ടൻ എങ്ങനെ കലോത്സവം എൻജോയ് ചെയ്യുന്നത് ചേട്ടാ? ഞാൻ എൻജോയ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്കിതൊന്നും കണ്ട് ആസ്വദിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിത് കേൾക്കുക, ശബ്ദത്തിലൂടെയും പിന്നെ മറ്റുള്ളവരുടെ അവരുടെ സംസാരങ്ങൾ അവരെങ്ങനെ ആസ്വദിക്കുന്നു, അപ്പോൾ അതെല്ലാം കേട്ട് നമുക്കതിൽ നിന്നെല്ലാം ആ ഒരു സന്തോഷം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് ഐറ്റം ഏതാണ്? ഞാനിപ്പോൾ കേട്ടത് നമ്മുടെ മോഹിനിയാട്ടം ഇന്നലെ ഇന്നുമായിട്ട് കേട്ടു. ഇന്നലെ ഗ്രൂപ്പ് ഡാൻസ് ഹയർ സെക്കൻഡറിയുടെ അത് കുറേ പാട്ടുകളൊക്കെ കേട്ടു. അതുപോലെ ഇപ്പോൾ ഒപ്പന കേട്ടു. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മത്സരം പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ സംസ്ഥാന തലത്തിൽ വൃന്ദവാദ്യ സംഗീതം എന്ന് പറയും, ആ ഐറ്റത്തിനാണ് നമ്മൾ 1988 ഇവിടെ കൊല്ലത്ത് നടന്ന മത്സരത്തിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 4 സ്കൂളുകാർക്ക് ഒരേ പോയിൻ്റാണ് വന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് നറുക്കെടുപ്പിലൂടെയാണ് ഫസ്റ്റ്, സെക്കൻഡും തേർഡും മറ്റ് സ്കൂളുകൾക്ക് പോയി. ഞങ്ങൾക്ക് 4ാം സ്ഥാനം ലഭിച്ചു, എ ഗ്രേഡ് 5 പോയിൻ്റ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഫസ്റ്റ് കിട്ടണം, തേർഡ് കിട്ടണം, സെക്കൻഡ് കിട്ടണം, ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾക്ക് വേണ്ടി ഞങ്ങളങ്ങനെ പിന്നെ അവരോട് വഴക്ക് കൂടുകയോ അല്ലെങ്കിൽ അത് അങ്ങനെ സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. കിട്ടിയത് കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട് അന്ന്. അതുപോലെ തന്നെ കലോത്സവം എന്ന് പറഞ്ഞാൽ വളരെ തിരക്കുള്ള ഒരു പ്രദേശമാണ്. അതെ. അപ്പോൾ ഈ സ്ഥലത്ത് കൂടെ ചേട്ടന് നാവിഗേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ആരെ സഹായിക്കാൻ പറ്റുന്നത്? ഒന്ന്, നമ്മളെ കാണുന്നവരൊക്കെ സഹായിക്കാറുണ്ട്, പരിചയമുള്ളവർ സഹായിക്കും. ഇനി ഒരു പരിചയമില്ലാത്തവർ പോലും, ഇപ്പം മലപ്പുറത്തു നിന്നുള്ള ഒരു അനസെന്ന് പറയുന്നൊരു മാഷ്, ഇന്നലെ അദ്ദേഹം ഓടി വന്ന് മാഷെ എന്താ സഹായം വേണ്ടതെന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെയുള്ള എന്താ പറയുക, കണ്ണ് കാണുന്നവർ മാത്രമല്ല ഉൾക്കാഴ്ചയും കൂടെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കളെ അവരെ മനക്കണ്ണ് കൊണ്ട് കാണുകയും അങ്ങനെ ഓടി വന്ന് സാറിന് എന്തെങ്കിലും സഹായം വേണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയൊക്കെ ചെയ്യും. അതില്ലേ പോലും നമുക്കറിയാതെ ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് നടക്കാനുള്ള സൗകര്യമുണ്ട്. എങ്ങോട്ട് പോലും ഇപ്പോൾ മൈക്കും ഓരോ ഭാഗത്തെ മൈക്ക് ഒക്കെ അത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഭാഗമാണ് ഇപ്പോൾ പാട്ട് കേൾക്കുന്നത് അത് 1ാമത്തെ സ്റ്റേജാണെന്നും, അതുപോലെ മീഡിയ സെൻറ്ററുകളിലെ പരിപാടികൾ നമുക്ക് കേൾക്കുമ്പോൾ അത് ഇന്ന ഭാഗത്ത് സ്റ്റേജിൻ്റെ തെക്ക് വശത്താണ് മീഡിയ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഈ ഹെലിപ്പാഡിലൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്കത് ഹെലിപ്പാഡാണ്, അത് ഇന്ന ഭാഗമാണ്, നമുക്ക് ഏകദേശം ഒരു മനസ്സിലൊരു ഒരു ഗ്രാഫുണ്ട് ഈ മൈതാനത്തെക്കുറിച്ച്. ചവറ ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂള്, അവിടെ ഞാൻ സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. നമ്മുടെ ONV സാറ്, അതുപോലെ സാംബശിവൻ സാറ്, അങ്ങനെ ഉൾപ്പെടെ നിരവധി പ്രതിഭകൾ പഠിച്ചിട്ടുള്ള ഒരു വിദ്യാലയം കൂടി ആയതുകൊണ്ട് അങ്ങനെ കലോത്സവങ്ങളിലൊക്കെ ഞാൻ പരമാവധി പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ മനസ്സിന് വളരെ സന്തോഷം പകരുന്ന കാര്യമാണ്. എല്ലാവരും ഇപ്പോൾ ഓരോ ജില്ലകൾ ജയിക്കണം എന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ ചേട്ടന് ഏതെങ്കിലും ജില്ല ജയിക്കണമെന്നുണ്ടോ? അങ്ങനെ നമുക്ക് ഞാൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ കഴിവുള്ളവർ അവർ ആ മത്സരങ്ങളിൽ ജയിച്ച് മുന്നിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയും കലോത്സവത്തിൽ ഒരു വലിയ ശ്രദ്ധ നേടണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ജില്ലാ കലോത്സവത്തിലൊക്കെ ഞാൻ കുണ്ട്രയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ മികച്ച പ്രകടനം നമ്മുടെ മക്കൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ കൊല്ലം ജില്ലയും മുന്നിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ ജില്ലകളോടും ഒരുപോലെ, എല്ലാ മക്കളോടും ഒരുപോലെ സ്നേഹം ഞാൻ പിന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് സുഗുണൻ, കൊല്ലം എന്നാണ് അറിയപ്പെടുന്നത്.
ഞാൻ കരുനാഗപ്പള്ളി തഴവയിലാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ജയലക്ഷ്മി കാഴ്ചയുള്ള ആളാണ്, പാട്ടുകാരിയാണ്. മോൻ കൃഷ്ണപ്രസാദ്, അവന് കാഴ്ച പരിമിതിയുണ്ട്. അവന് 9ാം ക്ലാസ്സിൽ കരുനാഗപ്പള്ളി ABGHS തഴവ അവിടെ പഠിക്കുകയാണ്. മോന് കഴിഞ്ഞ ഭിന്നശേഷി കലോത്സവത്തിൽ മിമിക്രിയിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 4ാം തവണയായിരുന്നു മോൻ നേടിയത്. അപ്പോൾ അത് കാരണം മോന് നമുക്ക് അപ്പീൽ കൊടുത്ത് ഇവിടെ ജില്ലയിൽ റവന്യൂ ജില്ലയിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും അവന് 2nd പ്രൈസ് ഉണ്ടായിരുന്നു മിമിക്രിയിൽ. അപ്പോൾ നമുക്ക് ഈ ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ ആ കലോത്സവത്തിൽ വിന്നറായതുകൊണ്ട് ഇവിടെ മത്സരിക്കാനൊരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പിന്നെ നമ്മൾ അപ്പീൽ കൊടുക്കാനോ അങ്ങനെ അതിനൊന്നും ഞങ്ങൾ തയ്യാറായില്ല എന്നുള്ളതാണ്. പൊതുവെ ഹാപ്പിയാണ് പിന്നെ തീർച്ചയായിട്ടും. കാരണം ഈ കല എന്ന് പറയുന്നത് മനസ്സിന് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഇവിടെ വരുന്നവരെല്ലാം സന്തോഷത്തോടു കൂടി തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെയൊക്കെ സംസാരങ്ങളും അവരുടെ എല്ലാ ആറ്റിറ്റ്യൂഡൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആശ്രാമ മൈതാനമാകുമ്പോൾ അതിവിശാലമായ ഒരു വെന്യൂ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അവിടെ എല്ലാവർക്കും ഓടി നടന്ന പരിപാടികൾ ആസ്വദിക്കാനും മീഡിയയുടെ മുന്നിൽ വന്ന പരിപാടികൾ ആസ്വദിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. കാരണം എല്ലാ സ്റ്റേജിലും എല്ലാവർക്കും ഓടിയെത്താൻ സാധിക്കില്ല. അപ്പോൾ മീഡിയ സെൻറ്ററുകൾ ഇവിടെ സജ്ജീകരിച്ചത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അവിടെ എല്ലാം വന്ന് നമ്മുടെ കുട്ടികൾക്ക് പരിപാടികൾ അവതരിപ്പിക്കാനും അതിലൂടെ ജനങ്ങളിലേക്ക് നമ്മുടെ TV, മൊബൈൽ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും മീഡിയയ്ക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും ഞങ്ങളുടെ ഈ കലാകാരന്മാരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി തന്നെ ഞാൻ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെയും പരിചയപ്പെടാൻ സാധിച്ചതില്ലേ. തീർച്ചയായിട്ടും.